CPI എന്ന പാർട്ടിയുടെ ഒരു പ്രവർത്തകനെയും അവർ വധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ജനിച്ചു വളർന്ന ഈ സ്ഥലത്ത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ വോട്ട് ചെയ്യുന്നു, ഞങ്ങൾ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുന്നു. അതാണ് അക്രമത്തിലേക്ക് മാറിയത്. വിജയം നിർണ്ണയിക്കാൻ കഴിയുന്ന അത്രയും സംഖ്യയിൽ ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറിയിരിക്കുന്നു. ഇതാണ് ആസാം പ്രക്ഷോഭത്തിൻ്റെ അടിസ്ഥാന കാരണം. ചരിത്രത്തിൽ മായം കലർത്താൽ അതുണ്ടാക്കുന്നത് മാനസിക മലിനീകരണമാണ്. അതൊരു തലമുറയെ തന്നെ ഇല്ലാതാക്കുന്നതാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ള വിശിഷ്ടാതിഥി സദാനന്ദൻ മാസ്റ്ററാണ്. സദാനന്ദൻ മാസ്റ്ററെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ളൊരു മുഖവുരയുടെ ആവശ്യമില്ല. വളരെ അടുത്ത സമയം വരെ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ടത് സദാനന്ദൻ മാസ്റ്ററുടെ പേര് രാജ്യസഭയിലേക്ക് നിർദ്ദേശിക്കപ്പെട്ട സംഭവമായിരുന്നു. കണ്ണൂരിലെ വളരെ തീക്ഷ്ണമായ രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന സധൈര്യം ഇന്നും കേരള രാഷ്ട്രീയത്തിൽ നിലയുറപ്പിച്ചിട്ടുള്ള ഒരാളാണ് സദാനന്ദൻ മാസ്റ്റർ. ആദരണീയനായ സദാനന്ദൻ മാസ്റ്ററെ ജനഭൂമിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. 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 അങ്ങ് കണ്ണൂർ രാഷ്ട്രീയത്തിൽ കൂടി കേരള രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരാളാണ്. കണ്ണൂർ രാഷ്ട്രീയം വളരെ അക്രമാസക്തമാണ്. ഞങ്ങൾ ഈ തിരുവിതാംകൂറുകാരെ അല്ലെങ്കിൽ കൊച്ചി തിരുവിതാംകൂറൊക്കെ ആ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ കണ്ണൂരിൽ ഈ രാഷ്ട്രീയ കൊലപാതകം നടക്കുമ്പോഴേ ഞങ്ങൾക്ക് അത് അത്ഭുതമാണ്. ഇവിടെ രാഷ്ട്രീയ സംഘർഷമുണ്ട്, പക്ഷേ കണ്ണൂരെ പോലെ രൂക്ഷമായ കൊലപാതകത്തിലേക്കൊക്കെ ഒന്നും പോകാറിയിട്ടില്ല. വളരെ അപൂർവമാണ് അങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷേ കണ്ണൂർ നിത്യമായി അത് നടക്കുന്നു. എന്താണ് ഈ കണ്ണൂർ രാഷ്ട്രീയം ഈ കൊലപാതക രാഷ്ട്രീയമായിട്ട് മാറാനുള്ള കാരണം? അങ്ങയുടെ ഒരു നിരീക്ഷണം എന്താണ് ഇതിൽ? ഒരു കാര്യം, എൻ്റെ പേരിനോടൊപ്പം കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയവും ചർച്ച ചെയ്യപ്പെടുന്നു എന്നൊരു സംഗതിയാണ്. അത് സ്വാഭാവികമാണ്. തീരെ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഒരു ശാരീരിക ആക്രമണം നേരിടേണ്ടി വന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എൻ്റെ പേരിനൊപ്പം അക്രമ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടും. പക്ഷെ ഞാനൊരു കരുതലെടുക്കാറുണ്ട്. അതായത് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് കണ്ണൂർ ഇപ്പോൾ ശാന്തമാണ്. ഇപ്പോൾ പറയത്തക്ക അക്രമ സംഭവങ്ങളൊന്നും കണ്ണൂരിൽ നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെയൊരു സാഹചര്യത്തിൽ ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ ഇഴകേറി പരിശോധനയും ചർച്ചകളും വരുമ്പോൾ ആ അന്തരീക്ഷത്തിന് ഒരു തടസ്സമുണ്ടാകരുത് എന്നൊരു നിർബന്ധം എനിക്കുണ്ട്. കാരണം ജനങ്ങൾ അത് മറന്നു തുടങ്ങിയിരിക്കുകയാണ്, അല്ലെങ്കിൽ മറക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് പേര് ദുരിതം അനുഭവിച്ച് കഴിയുന്നവരുണ്ട്. ഇനിയും വീണ്ടും അത്തരമൊരു സാഹചര്യം കണ്ണൂരിൽ ഉണ്ടാകരുത് എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഞങ്ങളുടെ പ്രസ്ഥാനം ആഗ്രഹിക്കുന്നു. ഞാനത് മുഖവരിയായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സാറ് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, കണ്ണൂരിൻ്റെ പൊതുവായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് CPIM എന്ന രാഷ്ട്രീയ കക്ഷിയുടെ ഒരു ശക്തി കേന്ദ്രം എന്ന നിലയ്ക്ക് അവർ സ്വയം ധരിച്ചു വശായിരിക്കുന്നു. പൊതുവിലും അങ്ങനെ ഒരു ചിത്രം ഉണ്ട് കണ്ണൂരിനെ സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെ ശക്തി കേന്ദ്രമായ പ്രദേശത്ത് തങ്ങൾക്ക് വിരുദ്ധമായ അല്ലെങ്കിൽ തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരാശയത്തിൻ്റെ രംഗപ്രവേശം അവർക്ക് സഹിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ എപ്പോഴും പ്രയോഗിക്കുന്ന അസഹിഷ്ണുത എന്നൊരു വാക്കിൻ്റെ ആവിഷ്കാരം നടക്കുന്നത്. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഈ ഒരു പശ്ചാത്തലം നേരത്തെ ഉള്ളതുകൊണ്ട് സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് 1942 കണ്ണൂർ ജില്ലയിൽ. തിരുവങ്ങാട്, തൊക്കിലങ്ങാടി, ഇങ്ങനെയുള്ള 2-3 സ്ഥലത്ത്, വാടിക്കൽ, അവിടെയൊക്കെയാണ് പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ ആ സ്ഥലം പൊതുവെ നേരത്തെ തന്നെ CPIMൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെ RSSൻ്റെ പ്രവർത്തനം നടക്കുക എന്നുള്ളത് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നതല്ല, അല്ലെങ്കിൽ അനുവദിക്കാൻ കഴിയുന്നതല്ല. ഈ അസഹിഷ്ണുത എന്ന സ്ഥായി ഭാവം വെച്ച് പുലർത്തുന്നത് കൊണ്ട് ആദ്യമൊക്കെ ആളുകളെ വാക്കുകളിലൂടെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ, പ്രലോഭനങ്ങളിലൂടെ, അത് കഴിഞ്ഞ് ഭീഷണി പ്രയോഗം, പിന്നെ അധിക്ഷേപങ്ങൾ, ഇങ്ങനെയുള്ള നടപടിക്രമങ്ങളൊക്കെ കഴിയുമ്പോഴാണ് ഇതൊന്നും വിലപ്പോവില്ല എന്ന് കാണും ആയുധമെടുക്കുന്നത്. അങ്ങനെ ആയുധമെടുക്കുന്നു, നിരവധി പ്രവർത്തകർ വേട്ടയാടപ്പെടുന്നു. ഇത്തരമൊരു സാഹചര്യം കണ്ണൂരിൽ ഉണ്ടായി വന്നു എന്നുള്ളതാണ്. ഇത് സംഘത്തിന് മാത്രമല്ല, അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമുണ്ടായ ഒരു അനുഭവമല്ല. കണ്ണൂർ ജില്ലയിൽ നമുക്കറിയാമല്ലോ, PR കുറുപ്പിൻ്റെ നേതൃത്വത്തിൽ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന നിലയ്ക്ക് പാനൂർ ഭാഗത്തൊക്കെ, പെരിങ്ങളം, പാനൂർ, ആ ഭാഗങ്ങളിൽ ശക്തമായ സ്വാധീനം അവർക്കുണ്ടായിരുന്നു. അവരുമായിട്ട് CPM സംഘർഷത്തിലേർപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയുമായി നിരന്തര സംഘർഷമായിരുന്നു ഒരു കാലത്ത്. അവിടെ DCC പ്രസിഡൻ്റൊക്കെ ആയിരുന്ന, പിന്നീട് മന്ത്രിയൊക്കെ ആയിരുന്ന N രാമകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹത്തിന് തന്നെ വ്യക്തിപരമായി ആക്രമണത്തെ അഭിമുഖീകരിക്കേണ്ടി
അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് കെ സുധാകരൻ, ആ നിലക്ക് ആ ഒരു പരമ്പര, അങ്ങനെ കോൺഗ്രസുമായിട്ട് സംഘർഷം, മുസ്ലിം ലീഗുമായി സംഘർഷം ഉണ്ടായിട്ടുണ്ട്. എന്തിനധികം CPIM-ൻ്റെ സന്തത സഹചാരി, അവരോടൊപ്പം രാഷ്ട്രീയം പങ്കുവയ്ക്കുന്ന CPI എന്ന പാർട്ടിയുടെ ഒരു പ്രവർത്തകനെയും അവർ വധിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ മുഴക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ദാമോദരൻ എന്നു പേരുള്ള ഒരു CPI കാഡറിനെ അവർ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് അവർ വെച്ച് പുലർത്തുന്ന ആശയത്തിന് അനുഗുണമായി പ്രവർത്തിക്കുന്നവരെ പോലും സംഘടനാപരമായി അവരോടൊപ്പമല്ല എന്നുള്ളത് കൊണ്ട് ആക്രമിച്ചിട്ടുണ്ട്. ഇതാണ് കണ്ണൂരിൻ്റെ പൊതുവായ ഒരു രാഷ്ട്രീയ ചിത്രം എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും കൂടുതൽ ഇരകളായി തീരേണ്ടി വന്നത് സംഘപ്രസ്ഥാനങ്ങളിലെ കാര്യകർത്താക്കൾക്കാണ് എന്നുള്ളതാണ്. അങ്ങ് സൂചിപ്പിച്ച പോലെ 1942 സംഘത്തിൻ്റെ പ്രവർത്തനം കണ്ണൂർ ആരംഭിക്കുന്നത്. 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാറപ്പുറം സമ്മേളനം നടക്കുന്നത്. 40 പാർട്ടി ഔപചാരികമായിട്ട് എന്ന മട്ടിൽ നിലവിൽ വരികയും ചെയ്തു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ചൈനയുടെ യുദ്ധം വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയധാരയിൽ നിന്ന് അകന്ന ചില സാഹചര്യങ്ങളുണ്ടായി. അവസാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായ വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ 64 പാർട്ടിയുടെ പിളർപ്പാണ്. അപ്പം 42 സംഘത്തിൻ്റെ പ്രവർത്തനം കണ്ണൂർ തുടങ്ങുന്ന ആ ഘട്ടത്തിൽ നിന്ന് 2024 വരെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് പോയാൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം ഇല്ലാതായി, നിർജ്ജീവമായി. പിന്നെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ തന്നെ സോഷ്യലിസ്റ്റുകളല്ലാതെ വന്നു. അതുതന്നെയാണ് അങ്ങനെ സംഭവിച്ചത്. എന്തായാലും ശരി, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം ഇല്ലാതായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് CPIയും CPM-ഉമായി. പക്ഷേ അപ്പോഴും ഈ രാഷ്ട്രീയ മാറ്റങ്ങളെയൊക്കെ അതിജീവിച്ച് കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകം അനുസ്യൂതമായി തുടരുകയാണ്. അങ്ങ് സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇതെല്ലാം മുറിവുകൾ ഉണങ്ങുന്നു. അതിനെക്കുറിച്ച് നമ്മളൊരു റീപോസ്റ്റ്മോർട്ടം വേണ്ട. അത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. വിട്ടുവീഴ്ച ചെയ്യാനും മറക്കാനും പൊറുക്കാനുമുള്ള ഒരു മനസ്സാക്കാര്യത്തിൽ കാണിച്ചതിൽ പ്രത്യേകം അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എന്തായാലും ശരി, അന്ന് ആ കാലഘട്ടം തൊട്ട്, അതായത് 42 മുതൽ ഇന്ന് വരെയുള്ളൊരു കാലഘട്ടം എടുത്താൽ ഇതിനകത്ത് CPM മാത്രമാണോ ഈ അക്രമ രാഷ്ട്രീയത്തിന് മുതിരുന്നത്? CPI ഉണ്ട്, സോഷ്യലിസ്റ്റുകളുണ്ട്. അപ്പം സംഘത്തിനെ പ്രതിയോഗിയായി കാണുന്ന മറ്റാളുകൾ കോൺഗ്രസുമുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ അക്രമ രാഷ്ട്രീയമാണോ സ്വീകരിച്ചിട്ടുള്ളത്? അവർ സ്വീകരിച്ചു എന്നുള്ളതല്ല. ഇതിൽ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു സംഗതി, ആര് ഇത് തുടങ്ങി വയ്ക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ചില ഘട്ടങ്ങളിലൊക്കെ നിയമത്തിൻ്റേതായ പിൻബലം നമുക്ക് ലഭിക്കണം, നീതി ലഭ്യമാകണം. നീതി നിഷേധിക്കപ്പെടുന്നു എന്നൊരു ഘട്ടം വരുമ്പോൾ സ്വാഭാവികമായും ഒരു ചെറുത്തുനിൽപ്പിന് നിർബന്ധിതമാകും. ആ നിലയ്ക്കുള്ള ചെറുത്തുനിൽപ്പുകൾ കണ്ണൂരിലുണ്ടായിട്ടുണ്ട്. അത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. സംഘത്തിൻ്റെ നിരന്തരമായ സംഘകാര്യകർത്താക്കന്മാരോ പലപ്പോഴും കൊല്ലപ്പെടുന്ന സന്ദർഭം ഉണ്ടായ സമയത്ത് നീതി ലഭ്യമാകുന്നില്ല എന്ന സാഹചര്യം വരുമ്പോൾ ആ നിലയ്ക്കുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ CPIM നടത്തുന്ന ഏകപക്ഷീയമായ ആസൂത്രിതമായ ആക്രമണത്തെ പോലെ കാണാൻ നമുക്ക് കഴിയില്ല. അത് അവരായിട്ടുണ്ടാക്കി വയ്ക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കണ്ണൂരിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. CPIM-നെതിരെ അവർ പറയാറുണ്ട്, ഞങ്ങളുടെ എണ്ണമൊക്കെ പറഞ്ഞുകൊണ്ട് രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട്. ഇതാരും CPIM-നെ അവരുടെ പ്രവർത്തകന്മാരെ നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൊലപ്പെടുത്തിക്കൊണ്ട് അവരുടെ പ്രവർത്തനം ഇല്ലായ്മ ചെയ്യാം എന്നാരും കണ്ണൂരിൽ വിചാരിക്കുന്നില്ല. പ്രത്യേകിച്ച് സംഘപ്രസ്ഥാനങ്ങൾ വിചാരിക്കുന്നില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ച് താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ ജനപിന്തുണയുള്ള, ജനകീയ അംഗീകാരമുള്ള, അല്ലെങ്കിൽ ജനശക്തി സമാഹരിക്കാൻ കഴിയുന്ന പ്രസ്ഥാനമാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ താരതമ്യേന കുറവാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും കുറഞ്ഞ എണ്ണത്തിലുള്ള ഞങ്ങളുടെ ആളുകളും ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള അവരെ ഏറ്റുമുട്ടി അല്ലെങ്കിൽ അവരുമായി അക്രമ രാഷ്ട്രീയത്തിൽ ഏർപ്പെട്ട് അവരെ ഇല്ലായ്മ ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിക്കില്ല, യുക്തിസഹമായി ചിന്തിച്ചാൽ. പക്ഷേ ചിലപ്പോഴെങ്കിലും അവരിൽ നിന്ന് സഹിക്കെട്ട തരത്തിലുള്ള ഈ പറയുന്ന ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒന്ന് ചെറുത്തു നിൽക്കേണ്ടി വരും. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ എല്ലാ രാഷ്ട്രീയക്കാരും അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണെന്നോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്നോ അർത്ഥമില്ല ആ കാര്യത്തിൽ. അങ്ങ് തന്നെ ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്, അങ്ങ് ഒരിക്കലും അങ്ങേക്ക് നേരെയുള്ള ഒരു അക്രമം പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം എല്ലാവരുമായിട്ട് വളരെ സൗഹൃദത്തിൽ കഴിഞ്ഞ ആളാണ്. ഒരു രാഷ്ട്രീയ ശത്രുതയുമില്ലാതെ, ഒരു സംഘർഷവുമില്ലാതെ, തികച്ചും അപ്രതീക്ഷിതമായി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകളുടെ ഭാഗത്തു നിന്നാണ് അക്രമം ഉണ്ടായത്. അതൊരു വസ്തുതയാണ്. അപ്പോൾ ഇവിടെയുള്ളൊരു ചെറിയ എൻ്റെ ഒരു സംശയം, CPM കൊല്ലുന്നതും അല്ലെങ്കിൽ സംഘം തിരിച്ച് ചെയ്യുന്നതും ഇതിൽ മരിച്ചു വീഴുന്നത് വെറും സാധാരണക്കാരായ ആളുകളാണ്. അവർ പലരും നിസ്സഹായരാണ്, അവർ പലരും നിരായുധരായിരുന്നു. പലരും എന്തിനാണ് അവർ കൊല്ലപ്പെട്ടതെന്ന് പോലും അവർക്കറിയാമോ എന്ന് സംശയമുണ്ട്. കാരണം ഒരു കൊലപാതകം നടന്നാൽ
തിരിച്ച് മറ്റൊരു കൊലപാതകം നടക്കുന്നത് വേറെ ഒരാളെ ആയിരിക്കും. അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളിനെയാണ് കൊല്ലുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്തായാലും പിന്നെ അങ്ങ് ഒരു അക്രമത്തിനും കൊലപാതകത്തിനും നേതൃത്വം കൊടുത്തിട്ടുള്ള ആളല്ല എന്നാണ് കണ്ണൂരിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത്. അങ്ങയെ കുറിച്ച് വളരെ ബഹുമാനത്തോടാണ് എല്ലാവരും സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങേക്കും ഈ ആക്രമം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിരപരാധികൾ, പ്രത്യേകിച്ച് ഈ പാവപ്പെട്ട ആളുകളാണ് രണ്ട് ഭാഗത്തും മരിച്ചു വീഴുന്നത്. അതെന്താണ് ഈ പാവപ്പെട്ട ആളുകളെ മാത്രം ലക്ഷ്യമാക്കി കൊലപാതകം നടക്കുന്നത്? അങ്ങനെയല്ല. അതിൽ ഈ പാവപ്പെട്ടവൻ അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്തവർ എന്ന നിലയ്ക്കല്ല. ഇപ്പോൾ സാധാരണ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സാമാന്യ ജനങ്ങൾ എന്ന നിലയ്ക്ക് നമ്മളതിനെ കണ്ടാൽ മതി. സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന സാമാന്യ ജനങ്ങൾ അല്ലെങ്കിൽ കാര്യകർത്താക്കൾ, സജീവമായി പ്രവർത്തിക്കുന്നവർ, അവർ ആക്രമിക്കപ്പെടുന്നു, ചിലർ കൊല്ലപ്പെടുന്നു, ചിലർ ഈ നിലയ്ക്ക് അംഗഭംഗം വന്നവരൊക്കെ ആയിട്ട് ജീവിക്കും. അങ്ങനെ നൂറുകണക്കിന് ആളുകളുണ്ട്, കണ്ണൂരിലെമ്പാടുമുണ്ട്. അതിൽ ഈ പറഞ്ഞ ഒരു പാവപ്പെട്ടവർ അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്തവർ, അങ്ങനെ ഒരു വർഗീകരണം നമുക്ക് സാധ്യമാവില്ല. അതിലത്രയേ ഉള്ളൂ. സജീവമായി രംഗത്തുള്ള ആളുകൾ ആരാണോ അവരെ സംഹരിക്കും. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് നഷ്ടപ്പെട്ടതൊക്കെ വളരെ സജീവമായി സക്രിയമായി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു. ജില്ലാ ചുമതല, ഇപ്പോൾ കെ.ടി. ജയകൃഷ്ണൻ പക്ഷേ നമുക്കറിയാം സംസ്ഥാന ഭാരവാഹിയായിരുന്നു യുവമോർച്ചയുടെ. ജില്ലാ ചുമതലപ്പെട്ട കാര്യകർത്താക്കളുണ്ടായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് സജീവമായി ആരാണോ പ്രവർത്തന രംഗത്തുള്ളത് അവർക്കാണ് ഇത് നേരിടേണ്ടി വരുന്നത്. പലപ്പോഴും ഏത് സമയത്തും ആക്രമിക്കപ്പെട്ടേക്കാം എന്ന ചിന്തയിൽ ജീവിക്കുന്നവരും ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, അത്തരം കാര്യങ്ങൾ കൂടുതലായി നമ്മൾ ഇഴകേറി പരിശോധിക്കുമ്പോൾ അത് പലരിലും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് വല്ലാതെ അങ്ങ് പോകണം എന്നൊരു താല്പര്യം എനിക്കില്ല ആ കാര്യത്തിൽ. തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമാണ്. ഇനി ഒരു റീപോസ്റ്റ്മോർട്ടത്തിന് നമ്മൾ മുതിരണ്ട. എന്തായാലും കണ്ണൂരിലെ ശാന്തിയും സമാധാനവും പുലരട്ടെ എന്ന് അങ്ങേപോലെ ഞങ്ങളും എല്ലാവർക്കും അവരുടെ രാഷ്ട്രീയം വിശ്വാസം നിലനിർത്തി തന്നെ ഇന്ത്യയുടെ ജനാധിപത്യത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സന്ദർഭം ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും സ്വാഗതാർഹമായൊരു കാര്യമാണ്. ഇത്രമാത്രം രൂക്ഷമായ ഒരു അക്രമം നേരിടേണ്ടി വന്നിട്ടും ഒരു സമാധാനത്തിൻ്റെ പാത സ്വീകരിക്കാൻ അങ്ങ് എടുത്ത ഒരു നിലപാട് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. അത് സംശയിക്കേണ്ട കാര്യമില്ല. എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം, അങ്ങ് വളരെ ആകസ്മികമായിട്ട് രാജ്യസഭയിലേക്ക് വന്നിരിക്കുകയാണ്. എനിക്കൊന്നും അങ്ങ് ഒരു പ്രതീക്ഷിച്ചിരുന്ന് കാണുകയില്ല അങ്ങ് രാജ്യസഭയിലേക്ക് വരുന്ന കാര്യം. ഒരു പക്ഷേ അത് ആഗ്രഹിച്ചും കാണില്ല, പ്രതീക്ഷിച്ചും കാണില്ല. ഇപ്പോൾ എന്തായാലും ശരി, അങ്ങ് രാജ്യസഭയിലേക്ക് വന്നു കഴിഞ്ഞു. ഇന്ത്യൻ രാഷ്ട്രീയം കൃത്യമായൊരു വഴിത്തിരിവിൽ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അങ്ങ് രാജ്യസഭയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നു. അതുപോലെ തന്നെ രാജ്യത്ത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ സ്വാധീനം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ അമേരിക്ക PL 480 മുതൽ ഇന്ത്യയിൽ നടത്തിയ സ്വാധീനത്തെക്കുറിച്ച് കോളേജിൽ പഠിക്കുമ്പോഴും തുടർന്നും ഒക്കെ വായിക്കാനും പഠിക്കാനും അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അമേരിക്കയ്ക്ക് എപ്പോഴും ഒരു ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട്. അവർക്ക് ഇവിടെ അവരുടെ ഏജൻസിനെ കിട്ടുന്നു എന്നുള്ളത് നമ്മുടെ ജനാധിപത്യം നേരിടുന്നൊരു പ്രശ്നമാണ്. ഒപ്പം പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യതയെപ്പോലും ചോദ്യം ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഇലക്ഷൻ നടത്താൻ ചുമതലപ്പെട്ട ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യുന്നത്. ഇത്തരം ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ എന്ത് പദ്ധതികളാണ്, പരിപാടികളാണ് BJPക്കുള്ളത്? തീർച്ചയായിട്ടും. ഇപ്പോൾ അങ്ങ് ചോദിച്ച ചോദ്യത്തിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ഭാരതത്തിലെ രാഷ്ട്രീയ സാഹചര്യം, മറ്റൊന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തിന് നേരിടേണ്ടി വരുന്ന ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും, അതെങ്ങനെ നമുക്ക് മുന്നോട്ട് ആ ഒരു കാര്യം. അപ്പോൾ ഏതായാലും രണ്ടായിട്ട് തന്നെ നമുക്കതിന് മറുപടി പറയാം. ഒന്ന്, ഭാരതത്തിൽ സമഗ്രമായ പരിവർത്തനം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയും അതിൻ്റെ പ്രാഗ്രൂപമായ ഭാരതീയ ജനസംഘം ഭാരതത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയത്. 1951 ജനസംഘം സ്ഥാപിക്കുന്ന സന്ദർഭത്തിൽ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ, ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഇങ്ങനെയുള്ള പ്രമുഖരായ ആളുകളാണ് ജനസംഘത്തിന് രൂപം കൊടുത്തത്. അപ്പോൾ എന്തുകൊണ്ട് ജനസംഘം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, ഭാരതത്തിൻ്റെ തനത് പ്രകൃതിയും പ്രതിഭയും ഉൾക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരം നമ്മുടെ ഈ ഭാരതത്തിന് വേണം. ശരിയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയായി ജനങ്ങളെ അണിനിരത്തി. പക്ഷേ അനേകം ധാരകൾ വേറെയും ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന്. അത് കേവലം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ മാത്രമായിട്ടുള്ള എന്തോ ഒന്നാണ് എന്ന തരത്തിൽ വരുത്തി തീർക്കാനും
അതുവഴി ഒരു പക്ഷേ ഒരു കുടുംബത്തിൻ്റെയോ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ന്യൂക്ലിയസിൻ്റെയോ കയ്യിലേക്ക് ഭാരതത്തിൻ്റെ എല്ലാ കാലത്തും ഭാരതം അവരുടെ കൈകളിൽ ഒതുങ്ങണം എന്ന താല്പര്യം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു രാഷ്ട്രീയ ധാര ഭാരതത്തിന് ആവശ്യമാണ്. ഈ മണ്ണിൻ്റെ ദേശീയതയ്ക്കിണങ്ങുന്ന തരത്തിൽ, ദേശീയ സംസ്കാരത്തിനിണങ്ങുന്ന തരത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷി എന്നൊരു സങ്കല്പമാണ് ഭാരതീയ ജനസംഘത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായത്. അപ്പോൾ തീർച്ചയായിട്ടും ജനസംഘത്തിൻ്റെ പ്രവർത്തനം വേറിട്ട വഴിയിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയോ അനുബന്ധ കോൺഗ്രസ് സ്വഭാവത്തിലുള്ള മറ്റ് സംഘടനകളുടെയോ പോലെയല്ല. ദേശീയതയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ദേശീയ സംസ്കാരത്തിന് അടിയുറച്ച് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആ നിലയ്ക്കുള്ള പ്രവർത്തനം വർഷങ്ങളായിട്ട് തുടരുകയാണ് ഭാരതത്തിൽ. അതിൻ്റെ ഒരു ഘട്ടം 2014 നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്നതോടുകൂടി കേവല ഭൂരിപക്ഷത്തോടെ, അതിനു മുമ്പ് ആരാധ്യനായ അടൽജിയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെൻറ് ഉണ്ടായിരുന്നു. പക്ഷേ പാർട്ടിക്ക് സ്വന്തം നിലയ്ക്ക് ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്നത് 2014 2014 അധികാരത്തിലേറ്റ ദേശീയ ഗവൺമെൻറ്റിന് വെല്ലുവിളികൾ ധാരാളം ഉണ്ടായിരുന്നു. ഒന്ന്, ശീലിച്ചു വന്ന ചില തെറ്റുകൾ, അങ്ങനെ തന്നെ പറയും, ശീലിച്ചു വന്ന തെറ്റുകൾ. എന്താണത്? അധികാരം ഉപയോഗിച്ചുകൊണ്ട് സ്വാർത്ഥ മോഹപൂരണം നടത്തുക എന്നുള്ളത്. അധികാരം ഏതാനും പേരുടെ കൈകളിൽ മാത്രമായി ഒതുങ്ങേണ്ടതാണ് എന്ന ഒരു സങ്കല്പം. ഏതെങ്കിലും ഒരു കുടുംബത്തിൻ്റെയോ ആ കുടുംബവുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുടെയോ മാത്രമായി നിൽക്കുന്ന അധികാര സംവിധാനങ്ങൾ, ഭരണകൂട സംവിധാനങ്ങൾ, ഇതിനൊക്കെ മാറ്റം വരേണ്ടതുണ്ട്. സാമ്പത്തിക അവസ്ഥ നമ്മൾ നോക്കിയാലും പരിതാപകരമായ അവസ്ഥയിലായിരുന്നു. ഏതാണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 37% ആളുകളും ദാരിദ്ര്യരേഖയ്ക്ക് കീഴെയായിരുന്നു 2014 വരെ. അന്താരാഷ്ട്ര രംഗത്തും സാമ്പത്തിക രംഗത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിദേശ IMF പോലുള്ള വിദേശ സാമ്പത്തിക ഏജൻസികൾക്ക് കടപ്പെട്ട വലിയ തോതിലുള്ള കടം അനുഭവിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ആ സംവിധാനം വെച്ച് നോക്കിയാലും അതിലും നമ്മൾ വലിയ തോതിൽ ബാധ്യത അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാമ്പത്തിക മേഖലയിൽ, കാർഷിക മേഖലയിലും വലിയ പുരോഗതി നമുക്ക് അവകാശപ്പെടാനില്ല. കാര്യം ശരിയാണ്, ആസൂത്രണ കമ്മീഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജവഹർലാൽ നെഹ്റുവിൻ്റെതായ സംഭാവന നമ്മുടെ രാജ്യത്തിനുണ്ടായിട്ടുണ്ട്, നമ്മളാരും നിഷേധിക്കുന്നില്ല. പക്ഷേ അത് കൊണ്ട് നടക്കുന്ന സമയത്ത് പരാജയമായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. സാമ്പത്തിക ആസൂത്രണം മുഴുവൻ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ അവിടെ കേന്ദ്രീകരിക്കുകയും സാധാരണ ജനങ്ങളുടെ വികാരം പൾസറിയുന്ന തരത്തിലുള്ള വികസന സംരംഭങ്ങൾ വേണ്ടത്ര ഉണ്ടാകാതിരിക്കുകയും ചെയ്തതിൻ്റെ കെടുതികൾ നമ്മുടെ ഭാരതം അനുഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുമ്പിലുണ്ടായിരുന്ന വെല്ലുവിളി. ആ വെല്ലുവിളികളെ തരണം ചെയ്യാൻ ആവശ്യമായ ഒട്ടനേകം കർമ്മ പദ്ധതികൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അടിസ്ഥാനപരമായി നമ്മുടെ നാടിൻ്റെ പൗരത്വവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത തകർക്കാനുള്ള കോൺഗ്രസിൻ്റെ മനഃപൂർവ്വമായ ശ്രമം തന്നെയാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്താനുള്ള പരിശ്രമം നടക്കുകയാണ്. അതിനവർ പറയുന്നത് ഈ വോട്ട് ചോരി എന്ന ഒരു വോട്ട് കൊള്ള എന്നൊരു പ്രയോഗം നടത്തി ബീഹാറിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പരിഷ്കരണം അതിനെ എതിർക്കുക. അതേ സമയത്ത് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടക്കുന്നു, അനർഹരായ ആളുകൾ വോട്ട് ചെയ്യുന്നു എന്നൊരു വാദവും അവർ ഉയർത്തുന്നു. ഇത് രണ്ടും ചേരുന്നതല്ല. അനർഹരായ ആളുകളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ബീഹാറിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഈ അടുത്ത കാലത്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷാജി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു, ഇത് ബീഹാറിൽ മാത്രമായി ഒതുങ്ങുന്നൊരു വിഷയമല്ല. മുഴുവൻ ഭാരതത്തിലും വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം ഇത് അനിവാര്യമായി സംഭവിക്കേണ്ടതാണ്. അതിൻ്റെ നടപടിക്രമങ്ങളിലേക്കാണ് പാർട്ടി പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ഗുണഭോക്താക്കളാവാൻ ഇവർക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നഷ്ടം സംഭവിക്കുന്നത് ഇവർക്കാണ്. നുഴഞ്ഞുകയറ്റക്കാരും അർഹതയില്ലാത്തവരും വോട്ടർ പട്ടികയിൽ കയറി വരികയും ഈ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി ഇവർ മാറുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം അട്ടിമറിക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ ശുദ്ധീകരിക്കാനും അത് വ്യവസ്ഥാപിതമാക്കി തീർക്കാനും ഗവൺമെൻറ് ശ്രമിക്കുകയാണ്, ദേശീയ ഗവൺമെൻറ്. അതിനെ എതിർക്കുന്നത് ഈ പറഞ്ഞ അവരുടെ സ്വാർത്ഥത വേണ്ട രീതിയിൽ വിലപ്പോവില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ പരിഗണിക്കുന്നേ ഇല്ല എന്നൊരാത്മവിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ എന്തായാലും തെരഞ്ഞെടുപ്പ് പരിഷ്കരണവുമായി പാർട്ടി മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വിശ്വാസ്യത തകർക്കാനുള്ള പരിശ്രമം കാണുന്നുണ്ട്, അതിനെ മറികടക്കാനുള്ള മറുതന്ത്രങ്ങളും ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും എന്നതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച മറ്റൊരു കാര്യം, ഈ അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റ് എന്ന നിലയ്ക്കുള്ള ചില പ്രയാസങ്ങൾ നമുക്കുണ്ട്. അത് ശരിക്കും നമ്മൾ നോക്കുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഇരുധ്രുവ ലോകം എന്നൊരു സംവിധാനം സോവിയറ്റ് റഷ്യ ഉണ്ടായിരുന്ന കാലത്തുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് സോവിയറ്റ് യൂണിയൻ, മറുഭാഗത്ത് അമേരിക്ക. ഈ രണ്ട് വൻ ശക്തികൾ നിയന്ത്രിക്കുന്ന ഒരു ലോകക്രമമായിരുന്നു.
പക്ഷേ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടുകൂടി ഒരു ഏകധ്രുവ ലോകം എന്ന തരത്തിലേക്ക് വന്നു, ലോക പോലീസ് എന്ന തരത്തിലേക്ക് അമേരിക്ക വന്നു. പക്ഷെ നമ്മളത് കണ്ടിരുന്നില്ല. ആ നിലയ്ക്ക് ഭാരതത്തിൻ്റെ ശക്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അമേരിക്കയോട് സഹകരിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ മുഴുവൻ ലോകം സമൂഹത്തോടും സഹകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് പാർട്ടിയുടെ നയം. പക്ഷേ അത് ഒരു ദൗർബല്യമായി കണ്ട് നമ്മളെ അവർക്ക് ഉപയോഗിക്കാവുന്ന തരത്തിൽ കണ്ണുരുട്ടാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലൊക്കെ പരിശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളതിനെ പ്രതിരോധിക്കും. അത്തരത്തിലുള്ള പ്രതിരോധമാണ് ഈ അടുത്ത കാലത്തായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അമേരിക്കയുടെ അവർക്ക് അവരുടേതായ സ്വാർത്ഥതയുണ്ട്, അതിന് ഭാരതം വിധേയമാകേണ്ടതില്ല എന്ന് തന്നെയാണ് പാർട്ടിക്ക് അതിനെ സംബന്ധിച്ചുള്ള നിലപാട്. അങ്ങ് സൂചിപ്പിച്ച ആദ്യത്തെ കാര്യം നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട വോട്ട് ചോരി യാത്രയാണ്. അപ്പോൾ അവിടെ വളരെ പ്രസക്തമായ ഒരു കാര്യമുള്ളത്, ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രക്രിയയിൽ ഇന്ത്യയിലെ ഇലക്ഷൻ പ്രക്രിയയിൽ പങ്കാളിയായിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ ഞാൻ പ്രിസൈഡിങ് ഓഫീസറായിട്ട് പല ഇലക്ഷനും പോയിട്ടുണ്ട്, പങ്കെടുത്തിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ ഇലക്ഷൻ അങ്ങനെയൊന്നും ലിസ്റ്റ് ചേർക്കുന്നതിനകത്തൊന്നും ഇലക്ഷൻ കമ്മീഷന് യാതൊരു റോളും ഇല്ല എന്നുള്ള വസ്തുതയാണ് BLOമാരാണ് ചെയ്യുന്നത്. അതിലേക്കല്ല ഞാൻ പോകുന്നത്. ഇവിടെ ഇപ്പം ഈ നമ്മുടെ ഇലക്ടറൽ റോളിലേക്ക് അനർഹരായ ആളുകൾ കടന്നു വന്നാൽ 3 അപകടങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, നമ്മുടെ വിഭവങ്ങൾക്ക് ശോഷണം സംഭവിക്കും. അതായത് ഇന്ത്യയിലെ വിഭവങ്ങൾ ഇന്ത്യക്കാർക്കുള്ളതാണ്, അതല്ലാതെ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന റോഹിംഗ്യൻ അഭയാർത്ഥികളോ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന അഭയാർത്ഥികളോ ഇത് പങ്കുവയ്ക്കാൻ വന്നാൽ ഗവൺമെൻറ് നമ്മുടെ പൗരന്മാർക്ക് കൊടുക്കുന്ന സൗജന്യം അവരുടെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. അവരനധികൃതമായിട്ട് കടന്നു ഇവിടെ താമസിക്കാം. പിന്നെ വരുന്ന ഒരു കൾച്ചറൽ ചേഞ്ചാണ്. അവരിവിടെ വന്ന് അവരുടെ സംസ്കാരമായിട്ട് വരിക, ആദിവാസി മേഖലയിൽ കയറുക, ചെല്ലുക, വിവാഹം കഴിക്കുക, അവിടെ താമസിക്കുക, വലിയൊരു കൾച്ചറൽ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. 3 സാമൂഹ്യ മാറ്റമാണ്. അതുപോലെ തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ ചേഞ്ച്. അപ്പം രാഷ്ട്രീയം, അതായത് സംഘടിതരായ ഈ അഭയാർത്ഥികൾ അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഉപയോഗിച്ച് ഗവൺമെൻറ്റുകളെ നിയന്ത്രിക്കുക. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ബംഗാൾ തന്നെയാണ്. പക്ഷേ എൻ്റെ സംശയം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം, ഇലക്ഷൻ കമ്മീഷന് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യം എനിക്കൊട്ടും യോജിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്, കോമൺ സെൻസിന് നിരക്കാത്തൊരു കാര്യമാണ്. 0 വീട്ട് നമ്പറിലും വോട്ടറെ ചേർക്കാം. അത് ഇലക്ഷൻ പ്രക്രിയയിൽ പങ്കെടുത്തിട്ട ഒരാളാണ്. 0 വീട്ട് നമ്പറിൽ എങ്ങനെയാണ് ഒരാളെ ചേർക്കാൻ പറ്റുന്നത്? ഒരാളൊന്നിൽ അനാഥാലയത്തിലായിരിക്കാം, അതല്ലെങ്കിൽ അയാളുടെ വീട്ടിലായിരിക്കാം, അതല്ലെങ്കിൽ അവിടെ നിന്ന് മാറി വേറെ ഒരിടത്തായിരിക്കാം. പക്ഷേ എന്തായാലും ശരി, ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാൾക്ക് എവിടെയെങ്കിലും ഒരു പാർപ്പിടമുണ്ട്, അയാളുടെ സ്വന്തം വീടാകണമെന്നില്ല. അത് വേണ്ട, 0 നമ്പറിൽ ആളിനെ ചേർക്കാം എന്ന് പറഞ്ഞപ്പോഴേ എനിക്കത് അപഹാസ്യമായിട്ടാണ് തോന്നിയത്. അങ്ങനെയൊക്കെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം. അല്ല, ഇതിലിപ്പം ഈ വോട്ടർ പട്ടികയെ സംബന്ധിച്ച് ഒരുപാട് സാങ്കേതികമായ വിഷയങ്ങൾ കൂടിയുണ്ട്. ഒരാൾക്ക് വോട്ടറാവണം, നമ്മുടെ നാട്ടിലെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കണം എന്നൊരു താല്പര്യമുണ്ട്. അയാൾക്കിപ്പം സാർ സൂചിപ്പിച്ചതുപോലെ വീടില്ല, അല്ലെങ്കിൽ വാടക വീടില്ല, തെരുവിൽ കഴിയേണ്ടി വരുന്ന ആളുകളുണ്ടാവും. രാത്രികാലങ്ങളിൽ അന്തി ഉറങ്ങാൻ തെരുവിനെ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ അയാൾ ഈ നാടിൻ്റെ പൗരനാണ്, വോട്ട് ചെയ്യണം എന്നൊരു താല്പര്യം അയാൾക്കുണ്ടാവും, സ്വാഭാവികമായിട്ട് അവകാശമാണ്. അപ്പോൾ ആ നിലയ്ക്ക് അത്തരത്തിൽപ്പെട്ട ആളുകളെപ്പോലും വോട്ടർമാർ അല്ലെങ്കിൽ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാക്കുക എന്നായിരിക്കാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. എനിക്കതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഏത് അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു അതിനെക്കുറിച്ച് എനിക്ക് വ്യാഖ്യാനിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഏതായാലും അത്തരം കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായി തന്നെ പരിഷ്കരിച്ചുകൊണ്ട്, എന്തായാലും പരിഷ്കരണ പ്രക്രിയയിലാണ് നമ്മൾ. അപ്പോൾ അത് പൂർണ്ണമാകുന്നില്ല, അത് തുടർ പ്രക്രിയയാണ്. ആ പരിഷ്കരണം നടന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഭാഗമായി വോട്ട് ചെയ്യേണ്ടവർ തന്നെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇപ്പോൾ സാറ് പറഞ്ഞു, ബംഗാളിനെ കുറിച്ച് പറഞ്ഞു. നമുക്കറിയാമല്ലോ ആസാം പ്രക്ഷോഭത്തിൻ്റെ മൂലകാരണം എന്തായിരുന്നു? ആസാം പ്രക്ഷോഭത്തിൻ്റെ മൂലകാരണം ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി പാർത്ത ആളുകൾ ആസാമിലെ ഭരണ സംവിധാനത്തെ പോലും നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഒരു പഠനം വെടിവാക്കിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അതായത് ആസാമിലെ 112 120 അസംബ്ലി മണ്ഡലങ്ങളിൽ 13 അസംബ്ലി മണ്ഡലങ്ങളിൽ വിജയം നിർണ്ണയിക്കാൻ കഴിയുന്ന അത്രയും സംഖ്യയിൽ ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറിയിരിക്കുന്നു. ഇതാണ് ആസാം പ്രക്ഷോഭത്തിൻ്റെ അടിസ്ഥാന കാരണം. ഈ അനധികൃത വോട്ടർമാരെ അല്ലെങ്കിൽ കുടിയേറ്റക്കാരെ പുറത്താക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആസാം പ്രക്ഷോഭം ഉണ്ടായത്. ആസംഘട പരിഷത്തൊക്കെ രൂപപ്പെടുന്നത് അങ്ങനെയാണ്. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി പ്രസ്ഥാനമായി തുടങ്ങിയതാണ്, പിന്നീട് രാഷ്ട്രീയ രൂപം കൈവരിച്ചു. അവരുടെ പ്രക്ഷോഭത്തിലൂടെ ആസാമിൽ പ്രക്ഷോഭം ആളിക്കത്തെ ഒരുപാട് നാശനഷ്ടങ്ങൾ നമുക്കുണ്ടായി. പക്ഷേ ഇപ്പോൾ ആ നിലയ്ക്ക് ഒരു ജാഗ്രത ഈ അതിർത്തി സംസ്ഥാനങ്ങളിൽ, ബംഗാളിൽ, ആസാമിൽ, അങ്ങനെയുള്ള അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ പുലർത്തേണ്ടതുണ്ട് എന്നൊരു തോന്നൽ ഈ ആസാം പ്രക്ഷോഭത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് വോട്ടർ പട്ടിക ശുദ്ധീകരണം അനിവാര്യമാണ്. അപ്പോൾ ആ അനിവാര്യതയിലേക്ക് എത്തിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തികച്ചും
സ്വതന്ത്ര പ്രസ്ഥാനമാണ്, ഭരണഘടനാ സ്ഥാപനമാണ്. അതിൽ ഇവരൊക്കെ ആരോപിക്കുന്നത് പോലെ സർക്കാരിൻ്റെ നിയന്ത്രണമോ അല്ലെങ്കിൽ BJPയുടെ രാഷ്ട്രീയ മുഖമാണ് തിരഞ്ഞെടുപ്പ്, ഇതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. ഇതിലൂടെ നഷ്ടം സംഭവിക്കുന്നത് ഇവർക്കാണ്. വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിലൂടെ നഷ്ടം സംഭവിക്കുന്നത് ഈ ആളുകൾക്കാണ്, കോൺഗ്രസ്സിനാണ് എന്നുള്ളത് കൊണ്ട് അവർ അതിനെ വക്രീകരിക്കുകയാണ് എന്ന് മാത്രമാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരു രാജ്യസഭാ അംഗം എന്നുള്ള നിലയിൽ ഇതൊരു ചോദ്യമല്ല, അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇപ്പം അങ്ങ് ആസാമിനെ കുറിച്ച് പറഞ്ഞു. ആസാമിൽ അന്ന് ആസാം ഗണപരിഷത്ത് പ്രക്ഷോഭം കൊടുത്തപ്പോൾ അതിന് നേതൃത്വം നൽകിയത് പ്രഫുല്ലകുമാർ മഹന്തയാണ്. ആ പ്രഫുല്ലകുമാർ മഹന്തയുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഇവർക്കെങ്ങനെ ഇവിടെ വോട്ടവകാശം കിട്ടി, അതാണ് അദ്ദേഹം ചോദിച്ചത്. ഞങ്ങൾ ജനിച്ചു വളർന്ന ഈ സ്ഥലത്ത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ വോട്ട് ചെയ്യുന്നു, ഞങ്ങൾ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുന്നു. അതാണ് അക്രമത്തിലേക്ക് മാറിയത്. ഇലക്ഷൻ കമ്മീഷന് 0 വീട്ടു നമ്പറിലൂടെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഇലക്ഷൻ കമ്മീഷൻ സ്വതന്ത്ര ബോഡിയാണെന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ രാജ്യസഭാ അംഗം എന്നുള്ള നിലയിൽ അങ്ങിത് വളരെ ഗൗരവമായി കാണും. ഏത് ലക്ഷ്യത്തിലാണോ വോട്ടർ പട്ടിക പരിഷ്കരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ആഗ്രഹിക്കുന്നത് ആ ലക്ഷ്യത്തിന് ഘടകവിരുദ്ധം തന്നെയാണ് 0 നമ്പർ വോട്ട്. അത് കാരണം 0 വീട്ടു നമ്പറിൽ വോട്ട് കൊടുക്കാമെങ്കിൽ ഏത് റോഹിംഗ്യൻ അഭയാർത്ഥിക്കും കൊടുക്കാം, ബംഗ്ലാദേശുകാരനും കൊടുക്കാം. അപ്പോൾ അമേരിക്കയിലൊന്നും ഒരു 0 നമ്പറിലൊന്നും കൊടുക്കില്ല. ഇത് കാലഹരണപ്പെട്ട ഒരാശയത്തെ സംരക്ഷിക്കാൻ അവർ ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നു. അത് പൗരൻ എന്നുള്ള നിലയിൽ ഞാൻ അങ്ങയുടെ ആശങ്ക 100% ഉൾക്കൊള്ളാവുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് സ്വാഭാവികമായിട്ടൊരു ചർച്ച വരും, ചിന്ത വരും. നിയമവിദഗ്ധന്മാരുമായിട്ട്, തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധന്മാരും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരും ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പൂർണ്ണ വിരാമമല്ല, അത് തുടർ പ്രക്രിയയാണ്. അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. പരിഷ്കരണം എല്ലാ മേഖലയിലും സംഭവിക്കും. സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങളിലും അതുണ്ടാകും എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുക. പിന്നെ അഖിലേന്ത്യാ രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ അങ്ങ് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം, അതുകൊണ്ട് ഇനി നമുക്ക് കേരള പൊളിറ്റിക്സിലേക്ക് വരാം. അതിന് മുമ്പ് എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്, അങ്ങ് സൂചിപ്പിച്ച പോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ 2-3 വ്യക്തികളിൽ മാത്രമായി ഒതുക്കി നിർത്തി അവരുടെ സംഭാവനയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യം എന്ന മട്ടിൽ പ്രചരണം നടത്തുന്ന തരത്തിൽ ചരിത്ര പുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ചരിത്ര പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ചരിത്രം പഠിച്ച ആളാണ്, ഇപ്പോഴും ചരിത്ര വിദ്യാർത്ഥിയാണ്. 30 കൊല്ലം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ ക്ലാസ്സുകളിൽ കോളേജിൽ ചെല്ലുമ്പോൾ ഞാൻ മുതിർന്ന കുട്ടികളെ, അപ്പോൾ അവർക്കൊക്കെ കൃത്യമായിട്ട് നമ്മളുടെ ചോദ്യം ചോദിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഞാൻ അവരോട് പറയും, ഇതൊരു ഫാബ്രിക്കേറ്റഡ് ഹിസ്റ്ററിയാണ്. നിങ്ങൾ ചരിത്രം പഠിക്കണമെങ്കിൽ നിങ്ങൾ സ്വന്തമായി പുസ്തകം വാങ്ങിച്ച് പഠിക്കണം. ഇത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് സർക്കാർ ഇറക്കിയിരിക്കുന്ന ഒരു രേഖ മാത്രമേ ഉള്ളൂ. ഞാനീ പറയുന്നത് അർത്ഥസത്യമോ അസത്യമോ ചിലപ്പോഴൊക്കെ സത്യവുമാണ്. അതാണ് ഇതിനകത്ത് അച്ചടിച്ച് വെച്ചിരിക്കുന്നത്. എൻ്റെ ഒരു വിദ്യാർത്ഥി ഇപ്പം ഒരു സർവകലാശാലയിലെ പ്രൊഫസറാണ്. അയാൾ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, പണ്ട് സാറ് പറഞ്ഞത്, അയാൾ പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഒക്കെ അതിലൊന്നും ഒന്നും മായം കലർത്താൻ പറ്റില്ല. അതിനെ അഡ്വാൻസ് ചെയ്യാനേ പറ്റത്തുള്ളൂ, അല്ല ഒന്നും ചെയ്യാനില്ല അതിനകത്ത്. ചരിത്രം അങ്ങനെയല്ല, വളരെ പെട്ടെന്ന് മായം ചരിത്രത്തിൽ കലർത്താം. ചരിത്രത്തിൽ മായം കലർത്താൽ അതുണ്ടാക്കുന്നത് മാനസിക മലിനീകരണമാണ്. അതൊരു തലമുറയെ തന്നെ ഇല്ലാതാക്കുന്നതാണ്. 10-11 വർഷമായി NDA BJP അധികാരത്തിൽ എത്തിയിട്ട് ഞാൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു വകുപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പാണ്. അവർ ചരിത്ര പഠനത്തിൽ സ്വീകരിച്ചിരിക്കുന്ന സമീപനത്തെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ മാർക്സിയൻ ചരിത്രകാരന്മാർക്ക് ICSRലും ICHRലും ഒക്കെ വലിയ റോളുണ്ട്. ICHRൽ മതഭ്രാന്തനായ ഒരാളവിടെ ഉണ്ടായിരുന്നു. ഞാനവിടെ പേര് പറയുന്നില്ല, അവിടെ ചരിത്രകാരൻ എന്ന് പറയുന്നത് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അത്തരം മതഭ്രാന്തന്മാരിരുന്ന് എഴുതിയ പുസ്തകങ്ങളാണ് അവിടെ ഉള്ളത്. പക്ഷേ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിക്ക് എനിക്ക് അദ്ദേഹത്തോടെ സഹതാപമാണുള്ളത്. ഈ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുമ്പോൾ ചരിത്രത്തെ പുനർനിർമ്മിക്കാൻ കഴിയാത്ത ഒരു ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് അതിന് നേതൃത്വം കൊടുക്കാൻ, അത് BJPക്കാരെ വെച്ച് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു. ചരിത്രം സത്യസന്ധമായി എഴുതാൻ പറ്റുന്ന ES കർ പറഞ്ഞിട്ടുണ്ട്, ലോകപ്രശസ്തനായ ചരിത്രകാരനാണ്. പ്രസൻറ്റ് ദി ഫാക്ട്സ് ആസ് ഇറ്റ് ആക്ച്വലി ഹാപ്പൻസ്, എങ്ങനെയാണോ സംഭവിച്ചത് അത് പറയണം, അതാണ് ചരിത്രകാരൻ്റെ ചുമതല. അപ്പോൾ അവിടെ ഈ നമ്മുടെ ചരിത്രകാരന്മാർ ആധാരം എഴുത്തുകാരായിട്ട് വലിയ വ്യത്യാസം കാണുന്നില്ല. അപ്പോൾ ആധാരം എഴുതാൻ നമ്മൾ പൈസ കൊടുക്കും, നമുക്ക് വേണ്ടി അവൻ ആധാരം എഴുതി തരും. രാഷ്ട്രീയ യജമാനൻ പണം കൊടുക്കും, സ്ഥാനം കൊടുക്കും, VC ആക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതിനവർക്ക് വേണ്ടി ചരിത്രം എഴുതി കൊടുക്കുന്ന ആൾ. പക്ഷേ മൗലികമായ ഒരു മാറ്റവും ഇന്ത്യൻ ചരിത്രത്തിലോ ചരിത്ര രചനാ രീതിയിലോ വരുത്താൻ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാനങ്ങ് രാജ്യസഭാ അംഗമായതുകൊണ്ട് പറയുകയാണ്. മറ്റ് വകുപ്പുകളൊക്കെ ഇപ്പം നമ്മുടെ നിതിൻ ഗഡ്കരിയുടെ ഉപരിതല ഗതാഗതമായാലും ശരി, റെയിൽവേ ആയാലും ശരി, ഫിനാൻസ് ആയാലും ശരി, അതൊക്കെ ഞാൻ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്ന ഒരാളാണ്. എനിക്ക് സഹതാപം തോന്നിയ ഒരാളാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് ആനുഷംഗികമായിട്ട് ഞാൻ അദ്ദേഹത്തോട് അങ്ങയോട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. മാനസിക മലിനീകരണത്തിൽ നിന്നൊരു തലമുറ രക്ഷപ്പെടണമെങ്കിൽ അതിനുള്ള മാർഗം
നമ്മൾ ചരിത്രത്തെ സത്യസന്ധമായി സമീപിക്കുകയാണ്. ചരിത്രത്തിനെ സത്യസന്ധമായി സമീപിക്കണമെങ്കിൽ ഈ കപട ചരിത്രം എഴുതിയ ചരിത്രകാരന്മാരെ എവിടെയൊക്കെ കാപട്യം കാണിച്ചു എന്ന് തുറന്നു പറയാനും സത്യസന്ധമായ ചരിത്രം ഒരു തലമുറയ്ക്ക് കൊടുക്കാനും കഴിയണം. അത് കൊടുക്കാൻ കഴിയണമെങ്കിൽ നല്ല യുക്തിയും ദീർഘവീക്ഷണവും സാമർഥ്യവും അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടും ഉള്ള ഒരു മന്ത്രിയാണ് ആവശ്യം. അത്തരം ഒരു മന്ത്രി നമ്മുടെ വകുപ്പ് നമ്മുടെ ഗവൺമെൻറ്റിന് കിട്ടുന്നില്ലെങ്കിൽ അത് പിന്നെ BJPക്ക് മാത്രം ബാധ്യതയാകില്ല, ഒരു തലമുറയ്ക്കും ബാധ്യതയാകുമെന്ന് അങ്ങോട്ട് സൂചിപ്പിക്കാൻ മറുപടിക്ക് വേണ്ടി പറഞ്ഞതല്ല, അങ്ങ് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതിന് മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അല്ല, ഇതിലിപ്പം മറുപടി എന്നുള്ള നിലയ്ക്കല്ല. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ച് അങ്ങയുടെ നിരീക്ഷണവും നിഗമനം ഒട്ടും എനിക്ക് യോജിക്കാൻ പറ്റുന്നതല്ല. കാരണം ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹം ദീർഘകാലമായി ദേശീയ സംസ്കൃതിയുടെ അടിവേരുകൾ അന്വേഷിച്ചറിഞ്ഞ ആളാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അധ്യാപന മേഖലയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനയുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഭാരതീയ വിദ്യാഭ്യാസത്തെക്കുറിച്ചും വിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ചും വേണ്ടത്രയും അവഗാഹമുള്ള ആൾ തന്നെയാണ്. ഒരു പക്ഷേ പ്രത്യക്ഷമായി താങ്കൾക്കത് അനുഭവപ്പെടുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം അദ്ദേഹമല്ല. നമ്മൾ പറയാറില്ലേ, പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന് പറഞ്ഞതുപോലെ സാവകാശം, ഇതിപ്പോൾ താങ്കൾ സൂചിപ്പിച്ചു, അതിൽ തന്നെ ഇതിൽ കാരണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മാർക്സിയൻ ചിന്താഗതിയിലുള്ള ആളുകളാണ് ICHR പോലുള്ള സ്ഥാപനങ്ങളിൽ, എന്തിനധികം മാധ്യമ സ്ഥാപനങ്ങളെപ്പോലും, മാധ്യമ പരിശീലന സ്ഥാപനങ്ങളെപ്പോലും ഒരു കാലത്ത് നിയന്ത്രിച്ചിരുന്നത് ഈ മാർക്സിയൻ ചിന്താധാരയിലുള്ള ആളുകളാണ്. അവരുടെ പ്രവർത്തനത്തിൻ്റെ ദുസ്വാധീനം നമ്മുടെ എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. ഭരിച്ചത് കോൺഗ്രസ് ആണെങ്കിലും ഇത്തരം മേഖലകൾ, വൈചാരിക മേഖലയെ മുഴുവൻ സ്വാധീനിച്ചിരുന്നത് മാർക്സിയൻ ദർശനം അരികുപറ്റി പോകുന്ന ആളുകളാണ്. അതിൻ്റെ ദോഷഫലങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അത് മാറ്റിയെടുക്കണമെങ്കിൽ ഒരുപാട് കാലം വേണ്ടിവരും. ഇപ്പം തെറ്റായ ഒരു സംഗീതം പഠിച്ച ഒരാൾ ശരിയായ ഒരു ഗുരുവിൻ്റെ അടുത്ത് എത്തിയപ്പോൾ എത്ര കാലം പഠിക്കണം എന്ന് ചോദിച്ചപ്പോൾ എത്ര കാലമാണോ താങ്കൾ തെറ്റായ സംഗീതം പഠിച്ചത് അതിൻ്റെ ഇരട്ടിക്കാലം വേണ്ടിവരും. കാരണം ആദ്യം പഠിച്ചതൊക്കെ കളയണം. അപ്പോൾ അതിനുള്ളൊരു കാലതാമസം സ്വാഭാവികമായി വേണ്ടിവരും. അതല്ലാതെ അത് മന്ത്രിയുടെ കഴിവുകേടായിട്ട് നമ്മൾ ഒരിക്കലും കാണേണ്ട കാര്യമില്ല. അദ്ദേഹം കഴിവിട്ട ഒരു മന്ത്രിയാണ്, കാഴ്ചപ്പാടുള്ള ആളാണ്, ഈ പറയുന്ന വിഷയങ്ങളൊക്കെ പഠിച്ച ആളാണ്. പരിവർത്തനം തീർച്ചയായിട്ടും ഈ രംഗത്തുണ്ടാകും എന്നാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഓക്കെ, ഞാൻ എൻ്റെ ഒരു നിരീക്ഷണം പറഞ്ഞതേ ഉള്ളൂ. ഒരുപക്ഷെ അങ്ങ് പറഞ്ഞതായിരിക്കാം കൂടുതൽ ശരി. കാരണം ഈ രംഗത്ത് കൂടുതൽ അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് ഞാൻ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങ് പറഞ്ഞ നല്ല വാക്കുകൾ എന്നെ പ്രചോദിപ്പിക്കുന്നതാണ്, എന്നെ കൂടുതൽ കർമ്മോന്മുഖനാക്കുന്നതാണ്. എനിക്ക് നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.